ഹായ് മക്കളെ, അസ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇങ്ങനെ എല്ലാവരും വെക്കണം വെള്ളം നെയ്ച്ചോറല്ല കേട്ടോ. ഇത് നെയ്ച്ചോറ്റിൽ അരി നല്ലോണം കഴുകിയെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 2 പച്ച ഉള്ളി അരിഞ്ഞിട്ട് ഇത് വാട്ടാതെ വെക്കുന്ന നെയ്ച്ചോറാണ്. ഇതിന് വേറൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത്തിരി നല്ലെയ്യ് ഒഴിച്ച് കുറച്ച് ഡാൽഡി ഒഴിച്ചിട്ടാ. നല്ലെയ്യ് ഇതാണ് ഞാൻ ഒഴിച്ചത്. അത് ഒഴിച്ച് അത് കഴിഞ്ഞ ദിവസം കുറച്ച് ഉപ്പിൻ്റെ കല്ലിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അരി ഞാൻ അളന്നെടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് അരി ഒരു പാട്ട അരിയാണെങ്കിൽ 2 പാട്ട വെള്ളം ഒഴിക്കണം. നമ്മൾ നെയ്ച്ചോറ് വെക്കണ മാതിരി തന്നെയാണ് വെക്കൽ, വേറെ പ്രത്യേകത ഒന്നുമില്ല. ഈ വെള്ളം ഒഴിച്ചിട്ട് വെറുതെ ഒന്നായിട്ട് മൂടി വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. പച്ചുള്ളി ഇട്ടെന്ന് മാത്രം കേട്ടോ. പച്ചുള്ളിയാണ് ഇട്ടത്, 2 ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതിന് നേരെ നല്ല വേറെ ടേസ്റ്റാണ്. ചില നേരം കല്യാണപ്പുരയിലൊക്കെ ചോറ് തയ്യാഞ്ഞാൽ മാട്ടാനാക്കാനൊന്നും നിൽക്കില്ല, കല്യാണപ്പുരയിൽ വെക്കുന്ന ചോറാണിത്. ഇത് നല്ലൊരു ചൊവ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്നും എല്ലാവരും വെച്ച് നോക്കി. ഇതൊക്കെ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിരിക്കുന്നത്. ഇനി ഇതൊരൊറ്റ വിസിലടിച്ചാൽ മതി, ചോറ് റെഡിയാവും. ഇതേമാതിരി കറി, ഇതേമാതിരി ഒരു ഐറ്റംസ് കറിയാണ്. നിങ്ങളാരും വെച്ചിട്ടുണ്ടാവും, വെച്ചില്ലെങ്കിൽ ഇതുപോലെ വെക്കുക, കമൻറ്റ് ഇടുക കേട്ടോ. കുറച്ച് 2, 4, 6, 8, 9 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളത്. തക്കാളി തോനെ വേണം ഈ കറിക്ക്, മസാലകളൊന്നും ഇടൂല. ഇതാ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ആ കണ്ട ഇത് കേട്ടോ, ഒരു പ്ലേറ്റ് നിറച്ചുണ്ടത് അരിഞ്ഞ് വെച്ചിരിക്കണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് ഇതും കൂടെ ഇട്ടിട്ട് ഒരു 2 സ്പൂണ് എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. തക്കാളി ഉണ്ടോ, നല്ലോണം വെന്തിക്കുന്നു. ഇതൊന്നിങ്ങനെ ഉടച്ചാൽ മതി. നല്ലോണം ഉടച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞത്. വലിയ ഉള്ളിൻ്റെ നല്ല വലുപ്പമില്ലാത്തൊന്ന് അരിഞ്ഞിട്ടിന്. അത് മതി. അതിൻ്റെ അകത്തേക്ക് അധികം ഇട്ടാലും മധുരിപ്പാണ് വരിക. കറി വാട്ടാത്തതല്ല, ഒക്കെ പച്ചാണ് കേട്ടോ. അന്നത്തെ നെയ്ച്ചോറ് പച്ച, കറി പച്ച, ഒക്കെ താളിക്കാത്തതും വാട്ടാത്തതുമാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലെല്ലാം ഉപ്പും അതും ഇതൊക്കെ ഇട്ടിക്കണ്. നമുക്ക് മസാലപ്പൊടി ഇടണം, പട്ടപ്പൊടി ഒക്കെ പിന്നെ ഇടട്ടോ. അത് ഞാനിതാ ഒരു 15 മിനിറ്റായി ഞാൻ അത് മുളക് അരട്ടി വെച്ചിട്ട്. ഈ മുളക് അരട്ടി വെച്ച് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുളക് അരട്ടി വെച്ച കോഴിയാട്ടോ. കോഴി മുളക് അരട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം അതങ്ങോട്ട് മൂടി വെക്കുക. ഇതിൽ ഞാൻ എല്ലാ മസാല ഇട്ടിട്ടാണ് കോഴി പരട്ടി വെച്ചത്. സാധാ നമ്മൾ പൊരിക്കുമ്പോൾ പരട്ടണ മാതിരിയൊക്കെ കേട്ടോ. ഇതങ്ങനെ കട്ടിങ്ങാണ്ട് വേവട്ടെ. നമ്മളെ നെയ്ച്ചോറ് തട്ടാ കൊക്ക് വന്നിട്ടുണ്ട്. ഇത് മതി. ഞാനിതാ തീ ഓഫാക്കി. ഇത്ര മതി കേട്ടോ. അതിന് വെച്ച് തെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. രസത ഏലക്കായി പൊട്ടിച്ചിട്ടിട്ടുണ്ട്, ഏലക്കായി. പിന്നെ അതിലേക്ക് ലേസം കറുവപ്പട്ടൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കറുവപ്പട്ടൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ ലേസം നമുക്ക് പെരുംജീരകം ഇടണം ലേസം. അതും കൂടെ ഇട്ടിട്ട് ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം കേട്ടോ. നല്ലോണം ഇത് തിളച്ചിട്ടില്ല, നല്ലോണം വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പൊടി ഇട്ട് കൊടുത്തതാണ്, നമ്മൾ കാണിച്ചാണ്. മസാലയിൽ ഈ കണ്ട പൊടികളൊക്കെ ഇട്ട് കുഴച്ചതാണ് ഞാൻ. ഞാനൊരു സ്പൂണ് പെരിഞ്ജീരകവും ഉലുവയും കൂടെ പൊടിച്ചതാട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ്. വേറെ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ ഒന്ന് എല്ലാവരും വെച്ച് നോക്കുക കേട്ടോ. കേട്ടോ, എല്ലാം വെന്തതായൊക്കെ ശരിയായിട്ടുണ്ട്. നല്ല കുറുങ്ങനാണുള്ളത്. നല്ല തക്കാളി തോന്നിട്ടാലേ ഇതേ കൊഴുപ്പുണ്ടാവുള്ളൂ. നല്ല മണം, നല്ല ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ് മക്കളെ, ഒന്ന് ഉണ്ടാക്കി നോക്കൂ.
ഇനി ലാസ്റ്റ് നമുക്കൊരു ലേശം മല്ലിച്ചപ്പും കരിവേപ്പിലയും ഇടുക. നല്ല കഴുകി അരിഞ്ഞ് വെച്ചതാണ് മല്ലിച്ചപ്പ്. അങ്ങനെ നമ്മളിതാ മല്ലിച്ചപ്പും പുതിനയും എല്ലാം ഇതിലിട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് മല്ലിച്ചപ്പും പുതിനയും ഇട്ടാൽ മതി. പിന്നെ നല്ലോണം വേവേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ പിന്നെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുക. കമൻ്റ് ഇടണേ, കമൻ്റ് ഇടാൻ മറക്കാതെ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും ഇതാ 10 അങ്ങോട്ട് വെക്ക്. ഇതാ ഇത് ചോറാത് കണ്ടില്ലേ. ഞാൻ അധികം ഒന്നും ഇറച്ചിയൊന്നും എടുക്കൂല. ഉണ്ടാകുന്നൊക്കെ പറയാം എൻ്റെ അകത്ത് തിന്നിട്ടാ തടിയുന്നു. ഞാൻ അത്രയൊക്കെ കഴിക്കലുള്ളൂ. അപ്പം കുറച്ചതാട്ടോ, വേണ്ടാഞ്ഞിട്ടല്ല, കുറയ്ക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ വെച്ചിട്ട്? 10 തൊട്ട് നോക്കിയില്ലല്ലേ, അയച്ച് കുത്തിരിക്കുകയല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.